ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ഇതിനായി നമുക്ക് ആദ്യം ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി, 1 വലിയ സ്പൂൺ പെരിഞ്ജീരകം, 1 മുറിയുടെ പകുതി തേങ്ങ കൂടി ചേർത്ത് ചതച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. അരക്കപ്പ് അരിപ്പത്തിൽ ചൂടുന്ന പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരക്കപ്പ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ മിക്സിയിൽ ചതച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. നമുക്കിത് പുഴുങ്ങലരി തിളച്ച വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഉണ്ടാക്കാം. ഞാനിത് പുട്ടുപൊടി കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമുക്കിതിനെ അടിച്ചു വെച്ച് മാറ്റി വെക്കാം. ഇത് കഴുകി വെച്ചിരുന്ന കല്ലുമ്മക്കായാണ്. നമുക്ക് ഇതിലേക്ക് ഒരു നൂല് പോലത്തെ സാധനമുണ്ട്, അത് എടുത്ത് മാറ്റണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കഴുകണം. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഓരോന്നിലും ഇനി നമുക്ക് ഒരു ചെമ്പിൽ വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം നന്നായി ചൂടായ ശേഷം അതിൻ്റെ മേലെ അരിപ്പച്ചെമ്പ് വെച്ച് ഓരോ കല്ലുമ്മക്കായും ഇതിലേക്ക് വെക്കുക. ഇത് അടച്ച് വെച്ച് 3/4 മണിക്കൂർ കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ഇതിനായി 2 സ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക. 2 അല്ലി വെളുത്തുള്ളി ചതച്ചൊന്ന് കൂടി ചേർത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കല്ലുമ്മക്കായ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായ ശേഷം കല്ലുമ്മക്കായ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ആക്കി ഓരോ പ്ലേറ്റിലേക്ക് മാറ്റുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.